ഓണം സദ്യ റെസിപ്പി സീരീസിലെ 7ാമത്തെ റെസിപ്പി മസാലക്കറി. ഇതെല്ലായിടത്തും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല കേട്ടോ. തൃശ്ശൂർ, പാലക്കാട് ഭാഗങ്ങളിൽ സദ്യക്ക് ഒഴിവാക്കാനാവാത്ത ഒരു വിഭവം തന്നെയാണ് ഈ മസാലക്കറി. ഇന്ന് നമുക്ക് നല്ലൊരു മസാലക്കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ്, അതിൻ്റെ കൂടെ 2 ക്യാരറ്റ്, ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ പുറമൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. വല്ലാതെ അങ്ങ് വെന്തുടഞ്ഞു പോകണ്ട. ഒരു 5 മിനിറ്റ് നേരത്തോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കുകയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ മസാലക്കറിയിൽ ഈ ഗ്രീൻ പീസിന് പകരം കോളിഫ്ലവർ ആണ് ചേർക്കുക. ചിലയിടങ്ങളിൽ ഇത് രണ്ടും ചേർക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കോളിഫ്ലവർ ചേർക്കുന്നില്ല, ഗ്രീൻ പീസാണ് ചേർക്കുന്നത്. ഗ്രീൻ പീസ് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഫ്രഷ് ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയ ശേഷം ഉപ്പിട്ട് ഉടഞ്ഞു പോവാതെ വേവിച്ചെടുത്താൽ മതി. ഉരുളക്കിഴങ്ങിൻ്റെ പുറമൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം. ഗ്രീൻ പീസ് ചേർത്ത് 1 മിനിറ്റ് നേരം കൂടെ മീഡിയം ഫ്ലെയിമിൽ ഒന്നങ്ങ് വഴറ്റിയെടുത്ത് നമുക്ക് ഈ പച്ചക്കറികൾ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ആ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് വേണമെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. സവോള വഴറ്റിയെടുക്കണം. സവോള ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. കൂടെ ഒരു 2 തണ്ട് കറിവേപ്പിലയും 1/2 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് എടുക്കും കേട്ടോ നമുക്ക് കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു ബ്രൗൺ കളറിലായി വരാൻ. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി കൂടെ ചേർത്ത് തക്കാളി ഒന്ന് ഉടയുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാവും. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. കറിയുടെ പേര് തന്നെ മസാലക്കറി എന്നാണ്. അപ്പോൾ നന്നായിട്ട് മസാല ചേർത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ വീതം ഗരം മസാലയും മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു 3/4 സ്പൂണിനടുത്ത് ഉപ്പ്, ഇത്രയും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഏതാണ്ട് 1 മിനിറ്റ് തന്നെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് പൊടി മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെങ്കിൽ ആ തക്കാളിയിലെ വെള്ളം ഇറങ്ങി വന്ന് കുറച്ച് നമുക്കിതുപോലെ ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. മൺചട്ടി ആയതുകൊണ്ട് ആ വെള്ളം എല്ലാം അങ്ങ് വലിച്ചെടുത്തിട്ട് വല്ലാതെ ഡ്രൈ ആയി പോയതുകൊണ്ട് ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതാണേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടെ ഒന്ന് മൂപ്പിച്ച് അരച്ച് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു പിടി തേങ്ങ, ഇത്രയും തേങ്ങ മതി. ഏതാണ്ട് ഒരു 1/4 കപ്പിൻ്റെ തേങ്ങ കാണും. ഒരു 4/1 തേങ്ങ അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ എരിശ്ശേരിക്കും കൂട്ടുകറിക്കൊക്കെ വറുക്കുന്ന പോലെ ഭയങ്കര ബ്രൗൺ കളറായിട്ട് വറുക്കണ്ട കേട്ടോ. കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പെരിഞ്ജീരകം കൂടെ ചേർക്കണേ. ഒരു 1/2 സ്പൂണിനടുത്ത് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു കളറിൽ തേങ്ങ കിട്ടിയാൽ മതി. ഇതിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പച്ചക്കറികളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1 മിനിറ്റ് നേരത്തോളം ആ ചെറു തീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ ഏതാണ്ട് ഒരു പകുതിയോളം വേവേ ആയിട്ടുള്ളൂ. ഇനി മസാലയിൽ കിടന്ന് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നല്ല വേവായി കിട്ടണം. നന്നായിട്ട് വഴറ്റി ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിനകത്തുള്ള ആ വലിയ ഉരുളക്കിഴങ്ങൊക്കെ വേണമെങ്കിൽ ഒന്നങ്ങ് ഉടച്ചു കൊടുത്താൽ കുറച്ച് കൊഴുപ്പ് കിട്ടും നമ്മുടെ ആ ഒരു മസാലക്കറിക്ക്. തീ കൂട്ടിയിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. പിന്നെ ഈ ചട്ടിയിലിരിക്കുമ്പോൾ ഒന്ന് കുറുകി വരുവേ. ഇപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ സദ്യക്ക് മസാലക്കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇത്തവണത്തെ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.